قال لا تخافا إنني معكما أسمع وأرى. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മളെടുത്തിരിക്കുന്ന വിഷയം ലിയാഖത്തലിക്ക് മറുപടി എന്ന ഒരു വിഷയമാണ്. ഇതിനാധാരമായ വീഡിയോ കറുപ്പും വെളുപ്പും എന്ന ഒരു തലക്കെട്ടിൽ ലിയാഖത്തലി ഒരു വീഡിയോ ഇറക്കിയിരുന്നു. അതിൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് വെച്ചാൽ, സത്യഭാമ എന്ന് പറഞ്ഞൊരു സ്ത്രീ കുറച്ച് നാൾ മുമ്പേ ഒരു വർഗീയ പരാമർശം നടത്തി. അത് എല്ലാവരിലും എത്തിയതാണ് ആ വാർത്ത. ഒരാൾ കറുപ്പാണ് എന്ന് പറഞ്ഞ് ഒരു കലാപരിപാടിക്ക് ആൾ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ രീതിയിൽ ആ സ്ത്രീ ഒരു പരാമർശം നടത്തി. അതിന് പല സൈഡിൽ നിന്നും അതിന് എതിർപ്പെല്ലാം വന്നു. മുസ്ലിം സൈഡിൽ നിന്നും അതിന് മറുപടി കൊടുത്തു. ഇങ്ങനെ പറയാൻ പാടില്ല, ഇസ്ലാം ഇതിനെ നഖശികാന്തം എതിർക്കുന്നു, ഒരു തരത്തിലുള്ള വിവേചനവും ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് പലരും വീഡിയോ ഇറക്കിയിരുന്നു. അതിൽ നമ്മുടെ ഹാരിസ് മദനിയും ഒരു വീഡിയോ ഇറക്കിയിരുന്നു. അപ്പോൾ അതിന് മറുപടി പറഞ്ഞുകൊണ്ടാണ് ലിയാഖത്തലി ഇപ്പം രംഗത്ത് വന്നേക്കുന്നത്. കുറേ നാൾ മുമ്പ് ഇട്ട വീഡിയോ ആണ് ഹാരിസ് മദനി. അതിന് മറുപടിയായിട്ട് ലിയാഖത്തലി ഇപ്പോഴാണ് രംഗപ്രവേശനം നടത്തിയിരിക്കുന്നത്. അപ്പം ഈ വീഡിയോക്കുള്ളിൽ പോകുന്നതിന് മുമ്പേ ലിയാഖത്തലിയുടെ ഒരു ഗതികേട് ഇതിനകത്ത് നമുക്ക് മനസ്സിലാവുന്നത്, പുള്ളി ആ ഒരു ടേൺ അനുസരിച്ചാണ് ആൾക്കാരെ ചൊറിയുന്നത്. കുറച്ച് നാൾ എം എം അക്ബറിനെ ചൊറിയും. അയാളുടെ വീഡിയോ എം എം അക്ബറിൻ്റെ വീഡിയോയ്ക്ക് എന്തെങ്കിലും മറുപടി എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും വായി തോന്നുന്നത് പറയും. അത് ആരും ശ്രദ്ധിക്കത്തില്ല, എം എം അക്ബർ ശ്രദ്ധിക്കത്തില്ല. പിന്നെ അബ്ദുള്ള അബ്ബാസിലിനെ കുറിച്ച് ആ വീഡിയോയിൽ എന്തെങ്കിലും എടുത്തിട്ട് അതിനകത്ത് മറുപടിയാണെന്ന് പറഞ്ഞ് എന്തെങ്കിലും പറയും. അബ്ദുള്ള അബ്ബാസിൽ ലിയാഖത്തലി എന്ന പേര് പോലും പറയത്തില്ല. അതുപോലെ ഒരു കംപ്ലയിൻ്റ് ആയിട്ട് പറഞ്ഞ് എൻ്റെ പേര് പോലും അയാൾ പറയുന്നില്ല. അപ്പോൾ അവിടെ നിൽക്കക്കള്ളി എല്ലാതാകുമ്പോഴത്തേക്ക് ഡോക്ടർ അനിൽ മുഹമ്മദിൻ്റെ വീഡിയോ എടുക്കും. അപ്പോൾ അതിൽ അയാൾ പുല്ലുവില നൽകത്തില്ല ലിയാഖത്തലിക്ക്, അയാൾ തിരിഞ്ഞ് നോക്കുന്നില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ശരി, ഇപ്പോൾ ഹാരിസ് മദനി കുറേ നാളായി ഒന്ന് ചൊറിഞ്ഞിട്ട്, ഈ ഹാരിസ് മദനി എടുത്ത് നോക്കാം, ഹാരിസ് മദനിയെങ്കിലും തിരിച്ച് പറയുമോ നോക്കാം. അപ്പോൾ നമുക്ക് വ്യൂവർഷിപ്പ് കൂട്ടാനും അല്ലെങ്കിൽ ആൾക്കാരിൽ കൂടുതൽ ആൾക്കാരെ എത്തിക്കാൻ ഇങ്ങനെയുള്ള വലിയ ആൾക്കാരെ ചൊറിഞ്ഞാലല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് ഹാരിസ് മദനിയുടെ ഇപ്പോൾ ഈ സബ്ജക്റ്റോട്, അല്ലെങ്കിൽ ഹാരിസ് മദനിയായിട്ട് എടുക്കേണ്ട ഒരു ആവശ്യമില്ല, ഇത് കുറച്ചാൾ മുമ്പ് നടന്നൊരു സബ്ജക്റ്റാണ്, എന്തായാലും ചൊറിഞ്ഞ് നോക്കാമെന്ന് പറഞ്ഞ് പുള്ളി എടുത്തതാണ്. ഇതിനകത്ത് നമുക്ക് പറയാനുള്ളത്, നമ്മൾ നിങ്ങളുടെ പുറകിലുണ്ട്. ഓരോ വീഡിയോയ്ക്ക് നമ്മൾ മറുപടി പറയുന്നുണ്ട്. നിങ്ങളുടെ ഒരു വീഡിയോയ്ക്ക് തന്നെ 4 പാർട്ടൊക്കെ ആയിട്ടാണ് നമ്മൾ മറുപടി തരുന്നത്. ശരിക്കും നിങ്ങൾ ഇസ്ലാമിനെ പൊളിച്ച് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോയ്ക്കും കൂടെ മറുപടി പറയാം, അപ്പോഴല്ലേ അറിയത്തുള്ളൂ. ഈ വലിയ സൂപ്പർ സ്റ്റാറുകൾക്ക് മാത്രം പോയി അവർ പുറകെ പോയി ചൊറിഞ്ഞുകൊണ്ട് അവർ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. എന്നിട്ട് ഒരു ഏകത്തിലൊക്കെ അതിൻ്റെതായ റെസ്പോൺസും കിട്ടുന്നില്ല. അവർ അങ്ങനെ അത് നോക്കുന്നില്ല. നല്ലത് ഞങ്ങളുടെ വീഡിയോയ്ക്ക് മറുപടി കൊടുക്കും. അപ്പം ആൾക്കാരറിയും എന്താണ് ഇതിനകത്ത് സത്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഞങ്ങളുടെ വീഡിയോ കൂടെ കാണിച്ചിട്ട്, നമ്മുടെ ക്ലിപ്പും കൂടെ ഇട്ട് കാണിച്ചിട്ട് അതിന് മറുപടി പറയുക. അതാണ് സത്യസന്ധമായ രീതി. അതല്ലെങ്കിൽ വ്യൂവർഷിപ്പ് കൂട്ടുക, ഉപജീവനം നടത്തുക എന്നുള്ള ആ കാരണം മാത്രമേ നമുക്കിത് കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇതാണ് ആമുഖമായിട്ട് പറയേണ്ടത്. ഇതിനകത്ത് കറുപ്പും വെളുപ്പും തിരിച്ചറിയാത്ത ലിയാഖത്തലി എന്നാണ് നമ്മൾ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, സത്യം കൺമുമ്പിൽ കണ്ടിട്ടും, അല്ലെങ്കിൽ പാല് പോലെ വെള്ള ഒരു സാധനം എടുത്താൽ ഇത് വെള്ളയല്ല കറുപ്പാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ നിഷേധി എന്നുള്ള അർത്ഥം. അള്ളാഹു അങ്ങനെ തന്നെ പറയുന്നുണ്ട്. നിങ്ങൾ കൺമുമ്പിൽ അവർ സത്യം കണ്ടിട്ട് അവർ എന്ത് ചെയ്യാണ്, അവർ അതിനെ നിഷേധിക്കുന്നു. അത് അവരുടെ ഹൃദയങ്ങളിലേക്ക് ഞാൻ സീൽ വെച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ആ ഒരു സ്റ്റൈല് ഈ വീഡിയോയിൽ ഉടനീളം ലിയാഖത്തലിയുടെ സംസാരത്തിൽ കാണാൻ പറ്റും. കണ്ണിന് മുമ്പേ കാണാൻ സത്യമാണെന്നുള്ളത്. പക്ഷെ അത് എങ്ങനെയെങ്കിലും വളച്ചൊടിച്ച് അതിന് നേരെ ഓപ്പോസിറ്റാക്കി ഇസ്ലാം പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അത് ശരിയല്ല, അത് അങ്ങനെയല്ല, ഇത് വേറെ രീതിയിലാണ് പറഞ്ഞേക്കുന്നത് എന്നുള്ള രീതിയിൽ പല പരാമർശങ്ങളും നടത്തി നമുക്ക് കാണാം. അത് ഓരോരോ ക്ലിപ്പായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ആദ്യത്തെ ക്ലിപ്പാണ് നിങ്ങൾക്കിപ്പം ഇതിനകത്ത് കേൾക്കാൻ പറ്റുന്നത്. ആദ്യത്തെ ക്ലിപ്പ് നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കാം. ഖുർആൻ ഏകോദര സാഹോദര്യമാണ് പഠിപ്പിക്കുന്നത്. എല്ലാ തരത്തിൽ എല്ലാ മനുഷ്യരും തുല്യരാണ് എന്ന ആശയത്തിന് തെളിവായിട്ട് ഇസ്ലാം അങ്ങനെ ഒരു ആശയം പങ്കുവെക്കുന്നു എന്നതിന് തെളിവായിട്ട് ഇവർ ഉപയോഗിക്കാറുള്ള ഒരു വചനമാണ് അത്. ഈ കറുപ്പുമായിട്ട് യാതൊരു ബന്ധമില്ല. ഇതിൽ മുഴച്ചു നിൽക്കുന്ന 2-3 കാര്യങ്ങളുണ്ട്. ആദ്യം ഈ ആയത്തിന്റെ കഥ പറയാം. ഈ ആയത്തിന്റെ കഥയിൽ ഇത് വിശ്വാസികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ മനുഷ്യരായിട്ടുള്ള മുഴുവൻ ആളുകളും ഒരു ഉമ്മയിൽ നിന്നും ബാപ്പയിൽ നിന്നുമാണ് എന്നൊക്കെ പറഞ്ഞു വരുന്നത് മുഹമ്മദിന്റെ പ്രവാചകത്വം സ്ഥാപിക്കുകയും എല്ലാ മനുഷ്യരും മുഹമ്മദിന്റെ പ്രവാചകത്വം അംഗീകരിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നി പറയാനും വേണ്ടി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതിനപ്പുറത്തേക്ക് എല്ലാ മനുഷ്യരും തുല്യരാണെന്നും എല്ലാ മനുഷ്യരും തുല്യമായ അന്തസ്സുള്ളവരാണ് എന്ന ഒരു സന്ദേശം ഖുർആനിൽ എവിടെയും ഇല്ല. ഖുർആനിൽ അങ്ങനെ ഒരു ആശയവും ഇല്ല. ജാതി, മത, വർണ്ണ, വർഗ, ദേശ, ഭാഷ, കുല, കുടുംബ, ഗോത്ര വ്യത്യാസങ്ങളില്ലാതെ എല്ലാ മനുഷ്യരും തുല്യ അന്തസ്സുള്ളവരാണ്, തുല്യ അവകാശങ്ങളുള്ളവരാണ് എന്ന ഒരു പരാമർശമോ അങ്ങനെ ഒരു അധ്യാപനമോ ഖുർആനിൽ മഷിയിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടില്ല എന്ന് മാത്രമല്ല, മനുഷ്യരെ പല തട്ടിലാക്കിയിട്ടാണെന്നും മനുഷ്യരിൽ ആണിനെയും പെണ്ണിനെയും വ്യത്യസ്തരായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നും ഒരു കൂട്ടർ മറ്റൊരു കൂട്ടരേക്കാൾ മേന്മയുള്ളവരാണ് എന്നും അത് അള്ളാഹ് അങ്ങനെയാണ് ഉണ്ടാക്കിയെന്നും ലിംഗവ്യത്യാസത്തിൽ തന്നെ ഖുർആനിൽ പച്ചക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ക്ലിപ്പ് കേട്ടല്ലോ. ഈ ക്ലിപ്പിൽ ലിയാഖത്തലി പറഞ്ഞു തരുന്ന ആയത്ത് ഖുർആൻ്റെ 49:13 49:13 ആണ് സാധാരണ മുസ്ലിങ്ങൾ എടുത്ത് കാണിക്കാറ്. എന്താണ്, ഒരു അസമത്വവും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. എല്ലാ അസമത്വവും ഈ ഒറ്റ ആയത്തിൽ എല്ലാത്തിനെയും തകർത്തെറിയുകയാണ്. ഒരു മനുഷ്യർക്കിടയിൽ യാതൊരുവിധ വ്യത്യാസവും ഇല്ല. ജന്മത്തിൻ്റെ വ്യത്യാസത്തിൽ, നിറത്തിൻ്റെ വ്യത്യാസത്തിൽ, അതുപോലെ രാജ്യത്തിൻ്റെ, ദേശത്തിൻ്റെ, വർണ്ണത്തിൻ്റെ,
അതുപോലെ ഭാഷയുടെ ഒരു തരത്തിലുള്ള വ്യത്യാസവും മനുഷ്യർക്കിടയിൽ ഇല്ല എന്ന് പറയുന്ന ഒരായത്താണ്. അതിന് ഖുർആൻ പറയുന്നത് നിങ്ങളെ ഞാൻ ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചത്. അതാണ് എൻ്റെ ബേസിക്. ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് മനുഷ്യരെല്ലാവരും സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ജനനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾക്ക് മേന്മ കൽപ്പിക്കാൻ പറ്റത്തില്ല. ഇന്ന് ഈ ജാതി എന്ന് പറയുന്നത് ജനനത്തിൻ്റെ വ്യത്യാസമല്ല, ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ ഉയർന്ന കുലത്തിൽ പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ തലയിൽ നിന്ന് പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ നെഞ്ചിൽ നിന്ന് പറഞ്ഞു, ഞാൻ തുടയിൽ നിന്ന് പറഞ്ഞു. ഇങ്ങനെ ആൾക്കാർ ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ പല തട്ടുകളാക്കി വെച്ചിട്ടുണ്ട്. അത് ഒരൊറ്റ ആയത്തിൽ ലോജിക്കലോടെ ചുമ്മാ പറയല്ല. എല്ലാവരും ഒന്നും സാറിന് എല്ലാവരും പറയും നമ്മുടെ രക്തങ്ങളെല്ലാം ചുവപ്പാണ്, എല്ലാം ഒന്ന്, അതുകൊണ്ട് ഒന്നാവണമെന്നില്ല. രക്തം ചുവപ്പായാലും അതിനകത്ത് ഒരുപാട് ഗ്രൂപ്പുകൾ വ്യത്യാസമുണ്ട്. അതല്ല, ഒരു മാതാവിനും പിതാവിനും ജനിച്ച ആൾക്കാരാണ് നിങ്ങൾ. അപ്പോൾ ഒരു കുടുംബത്തിൽ ഇപ്പോൾ ഞാനും എൻ്റെ സഹോദരനും ഒരു മാതാവിനും പിതാവിനും ജനിച്ചാണെങ്കിൽ ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കോ എൻ്റെ സഹോദരനോ ഒരു മേന്മയും അവകാശപ്പെടാനില്ല. അങ്ങനെ മനുഷ്യർക്ക് നിങ്ങൾ ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ കളറിൻ്റെ കറുപ്പാണെങ്കിലും വെള്ളയാണെങ്കിലും ഇനി ഏത് രാജ്യത്ത് താമസിക്കുന്ന ആളാണെങ്കിലും ഏത് ഭാഷ സംസാരിക്കുന്ന ആളാണെങ്കിലും എല്ലാത്തിലും നിങ്ങൾ ഒരു മാതാപിതാക്കളുടെ മക്കളാണെന്ന് പറയുമ്പോഴത്തേക്ക് ഈ എല്ലാ വ്യത്യാസങ്ങളും ഇന്ന് മനുഷ്യൻ കൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യത്യാസങ്ങളും തകർന്ന് തരിപ്പണമാവുകയാണ് ഈ ഒരു ഒറ്റ ആയത്തിനകത്ത്. അതിനകത്ത് ആദ്യത്തെ ലൈൻ തന്നെ ഇതാണ് പറയുന്നത്, ഞാൻ നിങ്ങളെ ഒരാണിൽ നിന്ന് ഒരു പെണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, എന്നിട്ട് നിങ്ങളെ പല ദേശക്കാരും പല ഗോത്രക്കാരുമായിട്ട് മാറ്റിയത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ. ഒരേ സ്ഥലത്ത് ഒരേ മാതാപിതാക്കളുടെ സ്ഥലത്ത് കുറേ വർഷങ്ങൾ ജനറേഷൻ പോയി കഴിഞ്ഞാൽ റിപ്പീറ്റ് വരും. ജനറ്റിക് വേരിയേഷൻസ് വന്നാൽ മാത്രമാണ് അവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ കൂടുതലായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. ഒരു 10 പേരുണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ കൂടി ആൾക്കാർ ലോകത്ത് ജനിക്കുമ്പോൾ പല സ്ഥലങ്ങളിലേക്ക് മാറി അവരുടെ മുഖവും ഇതെല്ലാം മാറി മാറി വന്നാൽ മാത്രമാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതും ലിയാഖത്തിൽ വേറെ അതിനകത്ത് പറയുന്നുണ്ട്, അത് അള്ളാഹ് തെറ്റിയതാണെന്നുള്ളത്. അങ്ങനെയല്ല, ഈ വ്യത്യാസങ്ങൾ ഇല്ലാതെ നമുക്ക് കണ്ടുപിടിക്കാന്നുള്ളത്. ഒരു കുടുംബത്തിൽ ജനിക്കുമ്പോൾ തന്നെ ആ ജനറ്റിക് വേരിയേഷൻ വന്നുകൊണ്ടാണ് ആ വ്യത്യാസം വരുന്നത് തന്നെ. ഒരു 2 സഹോദരങ്ങൾ തമ്മിൽ കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലല്ലോ എന്ന് ലേഖത്തിൽ ചോദിക്കുന്നുണ്ട്. പിന്നീട് നിങ്ങൾ അള്ളാഹ് കൂടെ പറഞ്ഞ് തെറ്റിപ്പോയി, ഒരു നിങ്ങളെ പല ദേശങ്ങളിലായിട്ടും പല ഗോത്രങ്ങളിലായിട്ടും ഞാൻ നിങ്ങളെ വിഭജിച്ചിരിക്കുന്നത് നിങ്ങളെ പരസ്പരം മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ തെറ്റാന്ന് പറയുന്നത് തെറ്റല്ല. അത് ജനറ്റിക് കോഡിങ് ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് കാണിച്ചേക്കുന്നത് തന്നെ ഒരു വലിയ ഇതാണെന്ന് പറയുന്നുണ്ട് അള്ളാഹു. അത് എൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് എന്ന് നിങ്ങൾ ഖുർആൻ്റെ 30-22 കണ്ടാലറിയാം. നിങ്ങൾ പല ഭാഷകൾ സംസാരിക്കുന്നതും പല കളറിലായതിലും നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. അത് ഞാൻ ചെയ്തതാണെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കൾ ജനിക്കുകയാണെങ്കിൽ ഒരു ഭാഷയല്ലേ സംസാരിക്കാവും. ആ നബിയും അവ്വ ബിബിയും എന്ത് ഭാഷ സംസാരിച്ചോ ആ ഭാഷ തന്നെ ആയിരിക്കണം ആ പിള്ളേരും സംസാരിക്കേണ്ടത്, അവരുടെ മക്കൾ. അത് കഴിഞ്ഞ് ആ ഭാഷ തന്നെ ആയിരിക്കും അവരുടെ മക്കൾ. അവിടെ എവിടെ പോയാലും ആ ഭാഷ ആദ്യം സംസാരിച്ച ഭാഷ തന്നെ ആയിരിക്കും സംസാരിക്കുന്നത്. പക്ഷെ അങ്ങനെയാണോ എന്ന്? എത്ര കോടാനുകൂടി ഭാഷകൾ മനുഷ്യർ സംസാരിക്കുന്നുണ്ട്. ഇത് ഞാൻ ചെയ്തതാണെന്ന് അള്ളാഹു പറയാം, ആയത്തിൽ നമുക്ക് അറിയാം. അതുപോലെ കളർ വ്യത്യാസവും ആ ജീൻസിലുള്ള വ്യത്യാസവും അല്ലെങ്കിൽ ആ ജനറ്റിക് വേരിയേഷൻസ് ഇല്ലായിരുന്നെങ്കിൽ ആ ഒരേ കളറേ വരാവൂ. 99.9% ജീൻ സെയിം ആണ്. ആ 0.1% വ്യത്യാസത്തിലാണ് ഇത്ര വ്യത്യാസങ്ങൾ വരുന്നത്. അപ്പോൾ അതൊക്കെ ഉണ്ട് എന്ന് തന്നെയാണ് അള്ളാഹു. അത് ഞാൻ ചെയ്തു വെച്ച സെറ്റപ്പാണ് എന്ന് ഖുർആൻ്റെ 30-22 കാണാം. അപ്പോൾ അത് പിന്നീട് നിയാഖത്തിൽ പറയുന്നത്, അതുകൊണ്ട് ഞാൻ നേരത്തെ അത് ഉത്തരം പറഞ്ഞേക്കാം. അപ്പം ഇപ്പോൾ ഇവിടെ തിരിച്ച് ആയത്തിലേക്ക് വരാം. അതിനകത്ത് പറയുന്നത് നിങ്ങളെ ഞാൻ പല ദേശക്കാരും ഭാഷക്കാരും അല്ലെങ്കിൽ പല ഗോത്രങ്ങളായിട്ട് നിങ്ങളെ ഞാൻ വിഭജിച്ചിരിക്കുന്നത്. ഒരു മാതാപിതാക്കളിൽ നിങ്ങൾ ഉണ്ടായതാണെങ്കിലും പല ഗോത്രമായിട്ട് ഇപ്പോൾ കാണുന്നു. മംഗോളിയ ഗോത്രം, ആഫ്രിക്ക ഗോത്രം, ഏഷ്യൻ ഗോത്രം, യൂറോപ്പ് എന്ന് പറഞ്ഞ് പല ആൾക്കാർ പല ഫീച്ചേഴ്സിലുള്ള ആൾക്കാരാണ്. ഹൈറ്റ് കൂടിയത്, ഹൈറ്റ് കുറഞ്ഞത്, കറുപ്പ്, വെള്ള, ചുവപ്പ്, ചുരുണ്ട മുടിയുള്ളത്, മുടിയുള്ള വ്യത്യാസം, ഒരുപാട് വ്യത്യാസങ്ങൾ. അപ്പം ഇതെല്ലാം നിങ്ങൾ തമ്മിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. തമ്മിൽ ഉച്ചനിജിത്തം കൽപ്പിക്കാനല്ല എന്നുള്ള അർത്ഥം കൂടെ അതിനകത്തുണ്ട്. ഞാൻ തിരിച്ചിരിക്കുന്നത് ഇത് വെച്ചിട്ട് നിങ്ങൾ ഉച്ചനിജിത്തം കൽപ്പിക്കരുത്. നിങ്ങൾ ഓരോ മാതാപിതാക്കളുടെ മക്കളാണ്. അത് പറഞ്ഞിട്ട് അടുത്ത് പറയും, ദൈവത്തിൻ്റെ അടുത്ത് അള്ളാഹുവിൻ്റെ അടുത്ത് ആരാണ് ഏറ്റവും ഉന്നതൻ എന്ന് വെച്ചാൽ നിങ്ങളിൽ തക്വ ഉള്ളത്, പയറ്റി. തക്വ എന്ന് പറഞ്ഞാൽ ദൈവഭയം ഉള്ളത്, നേരെ ചൊവ്വ നടക്കുന്നവൻ, ക്യാരക്ടർ. അള്ളാഹുവിനെ ഭയന്ന് അള്ളാഹു പറഞ്ഞാൽ നേരെ മാർഗ്ഗത്തിൽ സത്യസന്ധതയായിട്ട് ആരെയും ദ്രോഹിക്കാതെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ നല്ല ജീവിതം അവൻ്റെ കർമ്മം കൊണ്ട് ഇവിടെ ആരാണോ നല്ലവരെ ജീവിക്കുന്നത് അവനാണ് അള്ളാഹുവിൻ്റെ അടുത്ത് മേന്മയുണ്ടോ എന്ന് വെച്ചാൽ മേന്മയുണ്ട്. മനുഷ്യർ തമ്മിൽ മേന്മയുണ്ട്. എങ്ങനെയാണ്? നല്ലവൻ ജീവിതമെന്നുള്ള മേന്മ. നല്ല പോലെ ജീവിച്ചു ഒരാൾ ജീവിച്ച് മരിച്ചെങ്കിൽ ആ ഇതിന് മേന്മയുണ്ട്. ഒരു മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചാണെങ്കിലും അവൻ്റെ കർമ്മം കൊണ്ട് അവൻ ഉയർന്നു പോയി. ആ രീതിയിലുള്ള ഒരു മേന്മ അല്ലാതെ വേറെ ഒരു തരത്തിലുള്ള മേന്മയും ഈ മനുഷ്യർക്കിടയിൽ ഇല്ല എന്ന് പറയുന്ന ആയത്താണിത്. ഞാനത് ആയത്തൊന്ന് വായിക്കാം. അത് കഴിഞ്ഞിട്ട് ലിയാഖത്തിൽ അതെന്തെല്ലാം പറയുന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ആയത്ത് വായിക്കാം. ഹേ മനുഷ്യരെ എന്നാണ് തുടങ്ങുന്നത്. ആയത്തിൻ്റെ നമ്പർ 49-13. തുടങ്ങുന്നതിന് ഹേ മനുഷ്യരെ എന്ന് മൊത്തം മനുഷ്യരെയും അഭിസംബോധന ചെയ്തുകൊണ്ടാണ്. തീർച്ചയായും നിങ്ങളെ നാം ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇതിനകത്ത് തന്നെ ഈ പറയുന്ന വിവേചനങ്ങളും അടിപഠനം തകർന്ന് വീഴുകയാണ്. നിങ്ങൾ അന്യോന്യം
നിങ്ങൾ അന്യോന്യം അറിയേണ്ടതിന് നിങ്ങളെ നാം വിവിധ സമുദായങ്ങളും ഗോത്രങ്ങളാക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ പല ഗോത്രങ്ങളും സമുദായങ്ങളാക്കിയത് ഞാൻ തന്നെയാണ്. പക്ഷേ നിങ്ങൾ തമ്മിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ അർത്ഥം നിങ്ങൾ ഉച്ചനിചിത്വം കൽപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമുക്ക് സംശയം പല പല ഗോത്രങ്ങളുണ്ടല്ലോ, അതിനകത്ത് ഉച്ചനിചിത്വം വരും. അതുകൊണ്ടല്ല, നിങ്ങൾ തമ്മിൽ പല പല സ്ഥലങ്ങളിൽ പോയി ജീവിക്കുമ്പോഴാണ് കൂടുതൽ മനസ്സിലാക്കാനും ആ വ്യത്യാസങ്ങളൊക്കെ എന്താണ് ഫീച്ചേഴ്സിലുള്ള വ്യത്യാസങ്ങളൊക്കെ വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ മാറ്റിയത്. പക്ഷേ അതുകൊണ്ട് നിങ്ങൾ ഉയർച്ചയും താഴ്ചയും തമ്മിൽ ഇത് മേന്മ കൽപ്പിക്കരുത് എന്ന് അതിനകത്ത് പറയുന്നുണ്ട്. അടുത്ത ലൈൻ, തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുത്ത് നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ, നിങ്ങളിൽ ഏറ്റവും ധർമ്മനിഷ്ഠ പാലിക്കുന്നവനാകുന്നു. തീർച്ചയായും അള്ളാഹു സർവജ്ഞനും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു. അപ്പോൾ ക്ലിയറായിട്ട് പറയുന്നുണ്ട്, നിങ്ങളിൽ ആരാണ് മേന്മ എന്ന് പറഞ്ഞാൽ ആരാണോ നല്ലപോലെ നടക്കുന്നത്, ധർമ്മനിഷ്ഠമുള്ളവൻ, ധർമ്മത്തെ സത്യമായിട്ട് നടക്കുന്നവൻ, അള്ളാഹു പറഞ്ഞ കണക്ക് നല്ല രീതിയിൽ ജീവിക്കുന്നവരാണോ അവനാണ് ധർമ്മനിഷ്ഠ ചെയ്യുന്നവനെന്ന്, അള്ളാഹുവിൻ്റെ അടുത്ത് മേന്മയുള്ളവനെന്ന് ക്ലിയറായിട്ട് ഈ ആയത്ത് പറയുന്നു. ഇത് വായിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവും. ഇത് കണ്ടിട്ട് ഒരുപാട് ബ്ലാക്സ് മാറി വന്നിട്ടുണ്ട്. ഇസ്ലാമിനെ കണ്ടിട്ട് മുഹമ്മദ് അലി, ബോക്സർ മുഹമ്മദ് അലി, മാൽക്കം എക്സ്, തമിഴ്നാട്ടിലെടുത്ത് കഴിഞ്ഞാൽ അബ്ദുള്ള അടിയാർ, അതുപോലെ നിങ്ങൾ അവിടെ ഈവേര പെരിയാർ എന്ന് പറഞ്ഞ വലിയ എത്തിയസ്റ്റ്, ഒരു കാലത്ത് DK ദ്രാവിഡ ഘടകം എന്നും പറഞ്ഞ് നടത്തിയിരുന്ന ആളാണ് ഈവേര പെരിയാർ സ്വാമി. ബ്രാഹ്മൺ കാസ്റ്റിൽ നിന്ന് വന്നിട്ട് നാസ്തികവാദിയായിട്ട് ജാതിക്ക് വേണ്ടി ഒരുപാട് ജാതി ഇല്ലാതാക്കാൻ കഷ്ടപ്പെട്ട ആളാണ്. ഇന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഫേമസ് ആയിട്ട് അറിയാം. അതിനുശേഷമാണ് ADMK ഒക്കെ വന്ന് അതിൽ നിന്ന് പിരിഞ്ഞുണ്ടായ പാർട്ടികളാണ്. അപ്പോൾ അത്രയും ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ഒരാളായിരുന്നു അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് ജാതി ഇല്ലാതാവണമെങ്കിൽ ഇസ്ലാമിൽ പോയി ചേരണം നിങ്ങളെന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിനെ ഈ ജാതി ഇല്ലാതാക്കുന്ന അതിന് ഏറ്റവും നല്ല മരുന്ന് ഇതാണ്. അതിന് ബുക്കൊക്കെ എഴുതിയിട്ടുണ്ട്, ഇസ്ലാം ആണ് ഏറ്റവും നല്ല മരുന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട്. അബ്ദുള്ള അടിയാർ എന്ന് പറഞ്ഞ ഒരാൾ. ഇങ്ങനെ ഒരുപാട് പേര് മനസ്സിലാക്കിയിട്ടുണ്ട് ഇത്. അപ്പം അതുപോലെ ഈ കഴിഞ്ഞ ഇതിനകത്ത് ഒരു അമേരിക്കയിലൊക്കെ പ്രശ്നങ്ങളുണ്ടായല്ലോ. എന്താണ് ഒരു ബ്ലാക്കും വൈറ്റും തമ്മിൽ ഒരു പോലീസ് ഒരു കറുത്ത ബ്ലാക്ക് അവിടുത്തെ ആളിൻ്റെ കഴുത്തിൽ മുട്ടുവെച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ വന്നില്ല. അപ്പോൾ അവിടെ വന്നപ്പോൾ ഭയങ്കര റേസിസം, അവിടെ പ്രശ്നമൊക്കെ ഉണ്ടായി, ആൾക്കാരൊക്കെ പ്രശ്നം. അപ്പോൾ ഈ ആയത്ത് ഇട്ടുകൊണ്ടാണ് അവിടെ എല്ലാം അമേരിക്കയിൽ ഒരു വണ്ടിയിൽ ഈ ആയത്ത് ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് കൊണ്ടുപോയി അതൊന്ന് സമാധാനിപ്പിക്കാൻ നോക്കിയത്. അപ്പോൾ ഇത്രത്തോളം എഫക്റ്റുള്ള ഒരു ആയത്താണിത്. ആൾക്കാരെല്ലാവരും, ലോകത്തുള്ള എല്ലാവർക്കും അറിയാം ഇത് ജാതീയതയും എല്ലാ വർഗ്ഗവരി എല്ലാം ഇല്ലാതാക്കുന്ന ഒരു ആയത്താണെന്ന് ലോകത്തുള്ള എല്ലാ ആൾക്കാർക്കും മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ലിയാഖത്ത് ഇത് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. ലിയാഖത്ത് ഇതിനെങ്ങനെയാണ് കോട്ടി മാട്ടുന്നതെന്ന് നോക്കാം. ഇത് ഇപ്പോൾ എങ്ങനെയെങ്കിലും ഇത് ഇല്ലാതാക്കണം. ഈ ആയത്തുള്ളത് ലിയാഖത്തിലേക്ക് അറിയാം, ഇത് സാഹോദര്യം പറയുന്ന ആയത്താണെന്ന് എല്ലാം അറിയാം. എന്നാലും ഇതിനപ്പോൾ ഇല്ലയെന്ന് ഇസ്ലാമല്ലേ, ഖുറാനിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ് മുസ്ലിമിന് അത് സ്വീകരിക്കാൻ പറ്റത്തില്ലല്ലോ. എതിർത്താലല്ലേ അയാൾ എക്സ് മുസ്ലിം ആകത്തില്ല. കൺമുമ്പിൽ സത്യം കണ്ടാലും എതിർക്കണം. അതിനാണ് ഇപ്പോൾ നമ്മൾ കറുപ്പും വെളുപ്പും തിരിച്ചറിയാത്ത ലിയാഖത്തിൽ എന്ന് പറയാൻ കാരണം. ഇപ്പോൾ ഈ നിങ്ങൾ കേട്ട ക്ലിപ്പിൽ ഇത്രയും നല്ലൊരു ആയത്തിനെ ലിയാഖത്തിൽ എങ്ങനെയാണ് പുച്ഛിച്ച് തള്ളുന്നത് നോക്കുക. അപ്പോൾ ആ സത്യം മനസ്സിലാക്കാൻ പറ്റാതെ അള്ളാഹു സീൽ വെച്ചെന്ന് പറഞ്ഞില്ല, അത് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നു. കൺമുമ്പിൽ സത്യം കണ്ടിട്ടും ലോകം മൊത്തം അംഗീകരിച്ച സത്യം കണ്ടിട്ടും അതല്ല പറയുന്നത്, അത് വേറെയാണ് പറയുന്നതെന്ന് പറഞ്ഞ് കോട്ടിമാട്ടം നിങ്ങൾ കണ്ടു. ഞാൻ ഓരോന്നോരോന്നായിട്ട് പറയാം. ആദ്യം പറയുന്നത് ഇത് സാഹോദര്യം പഠിപ്പിക്കുന്ന ആയത്താണെന്നാണ് ആൾക്കാരായിട്ട് പറയുന്നത്, വിശ്വാസികൾ പറയുന്നത്. പക്ഷേ ആദ്യമേ ഇത് കറുപ്പുമായിട്ട് യാതൊരു ബന്ധമില്ല. എങ്ങനെ കറുപ്പ് ബന്ധമില്ലാതെ പോകുന്നത് എങ്ങനെ? എല്ലാ വിധത്തിലുള്ള വ്യത്യാസങ്ങളും ഇല്ലാതാക്കിയില്ല. നിങ്ങളെ സമുദായ ഗോത്ര വ്യത്യാസങ്ങളൊന്നുമില്ല. നിങ്ങൾ ദൈവഭയം മാത്രമാണ് അള്ളാഹുവിൻ്റെ അടുത്ത് ഒരു മേന്മ വരിക. നിങ്ങൾ അതിനകത്ത് എല്ലാം അടിപെട്ട് പോയില്ല. കളറിലുള്ള മേന്മ, ജാതീയത ഇല്ല, വർഗ്ഗമില്ല, വർണ്ണമില്ല, ദേശമില്ല, ഒരു ഭാഷയുടെ ഒരു വ്യത്യാസം ഇല്ല എന്നുള്ള അതിനകത്തൊന്നുമില്ല. പയറ്റി മാത്രമാണ് ഒരാൾ മറ്റൊരാളുടെ മേന്മയ്ക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം. കളറും അതിനകത്ത് ഉൾപ്പെട്ട് വരും, കളറില്ല എന്ന് വരുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് വരുന്നത് കറുപ്പായിട്ട് ഇതിനകത്ത് ബന്ധമില്ല. അപ്പോൾ ആദ്യത്തെ നിഷേധം നിങ്ങൾ കൺമുമ്പിൽ കണ്ടിട്ടും നിഷേധിക്കുന്നു. പിന്നെ പറയുന്നു ഇതെന്തിനാണ് ഈ ആയത്ത് വന്നത്? എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് പ്രവാചകൻ, ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടി അയക്കപ്പെട്ടതാണ് പ്രവാചകൻ എന്ന് പറയാനാണ് ഈ ആയത്ത് വന്നേക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത് സാഹോദര്യത്തിനല്ലെന്ന്, എന്നെല്ലാവരും പ്രവാചകനാണെന്ന് സ്വീകരിക്കണം, അതിനുവേണ്ടി പറഞ്ഞതാണ്. ഇത് കുറച്ച് റിവൈൻഡ് നിങ്ങൾ ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ജബ്ബാർ മാഷിൻ്റെ വീഡിയോയിൽ ജബ്ബാർ മാഷ് പറയുന്നുണ്ട്, ഇത് മക്കക്കാർക്ക് മാത്രമാണ് ഖുർആൻ ഇറങ്ങിയത്, പ്രവാചകൻ മക്കക്കാർക്ക് മാത്രം വേണ്ടിയാണെന്ന്. അവർ ഇല്ലാത്തൊരായത്ത്, അതായത് മക്കക്കാർക്ക് ഇല്ലാത്ത ആയത്തല്ല, മക്കയിൽ മാത്രം ഇത് അയക്കപ്പെട്ടു എന്നുള്ളത് ഒരു ആയത്തുണ്ട്. അതിന് ശേഷം കുറേ ആയത്തുകൾ വന്നിട്ടുണ്ട്. പിന്നെയും ഇത് ലോകം മൊത്തമുള്ളതാണെന്നുള്ളത് ഒരു സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് വന്നതാണ്. ആദ്യം കുടുംബക്കാർക്ക് ഉത്ബോധനം നടത്തുക എന്നുള്ള ആയത്ത് വരും, രണ്ടാമത്തെ മക്കക്കാർക്ക് ഉത്ബോധനം ചെയ്യാമെന്ന് വരും, പിന്നെ ലോകം മൊത്തം ചെയ്യുക എന്ന് വരും. ഇനി നിന്നെ കാണാത്ത ആൾക്കാർക്ക് ഇത് ചെന്ന് എത്തും എന്ന് പറയുന്നത് ലോകം മൊത്തം അവസാന കാലം ഘട്ടം വരെയും പ്രവാചകൻ കാണാത്ത ആൾക്കാർക്കും ഈ ഖുർആൻ ഉണ്ട് എന്നുള്ള പല ആയത്തുകളുണ്ട്. നമ്മൾ അതിന് സെപ്പറേറ്റായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട്. ആ പറഞ്ഞ ദിയാക്കത്തിൽ വേറെ തെളിവെടുത്ത് തരികയാണ്. ഇത് ലോകത്ത് മൊത്തത്തിലും പ്രവാചകൻ ദൗത്യം ഉണ്ട് എന്ന് കാണിക്കുന്ന ആയത്താണ് ഇതെന്ന് ലിയാഖത്തിൽ പുതിയൊരു ജബ്ബാർ മാഷിന് കൗണ്ടർ കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനൊരു ആയത്തുണ്ട്, ഇത് ലോകം മൊത്തവും മുഹമ്മദ് നബി പ്രവാചകനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആയത്തെന്ന് ഇതിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുക. പക്ഷേ അത് പറയുന്നത് അതിനു വേണ്ടിയിട്ടില്ല, ഇത് സമത്വം പറയുന്ന ആയത്തല്ല എന്ന് പറയാനാണ് ഈ ആയത്ത്. എന്താണ് പ്രവാചകൻ ലോകത്തിലേക്ക് മൊത്തം അയക്കപ്പെട്ട ആളാണെന്ന് പറയാൻ ഉള്ള ആയത്താണെന്ന് പറയുന്നത്. അപ്പോൾ ഡബിൾ നിഷേധിയായി. ഇപ്പോൾ മനസ്സിലായ, അന്നും നിഷേധിച്ചു,
ഇന്ന് അവസരം വാദം നോക്കിയിട്ട് ഈ ആയത്ത് എല്ലാവരിലേക്കുമുള്ള ആയത്താണ്, മനുഷ്യരെ എന്ന് വിളിച്ചില്ല, അതുകൊണ്ട് അത് എല്ലാവരിലേക്കുള്ള ആയത്താണ്, ലോകം മൊത്തമുള്ള ആൾക്കാർക്ക് ആയത്താണ്, അതിനു വേണ്ടിയിട്ടാണ് പ്രവചനം പറഞ്ഞത്, അല്ലാതെ സമത്വത്തിന് വേണ്ടിയിട്ട്, സമത്വത്തിന് വേണ്ടിയല്ല എന്നാണ് പറയുന്നത്. അപ്പം എത്ര നിഷേധം നോക്കാം, മനസ്സിനകത്ത് നിഷേധം ഇങ്ങനെ കറാന്നിരിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ മാറി 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 സംസാരിക്കാൻ പറ്റത്തുള്ളൂ. ഒരു 2 ലൈനിനകത്ത് എത്ര നിഷേധം നോക്കുക, അങ്ങനെ ഒരു വാക്ക് പറയുന്നുണ്ട്. പിന്നെ അതിനു വേണ്ടിയിട്ടാണ് ഈ ആയത്തെന്ന് പറയുന്നത്. പിന്നെ എല്ലാ മനുഷ്യരും തുല്യരാണ്, തുല്യ അന്തസ്സുള്ളവർ ആണെന്ന് ഖുറാനിൽ എവിടെയില്ലാന്ന്. അതിൽ ഈ ആയത്തിൽ അത് പറഞ്ഞിരിക്കുന്നത് എല്ലാവരും തുല്യ അന്തസ്സുള്ളവരാണ്. അതായത് അന്തസ് എന്ന് പുള്ളി ഉദ്ദേശിക്കുന്നത് എന്താണ്? അന്തസ് എന്നാണ് പറയുന്നത്. അന്തസ് എങ്ങനെ വരുന്നത്? അന്തസ് ഇപ്പം ഇവിടെ ഞാൻ സാധാരണ ഒരു ബാങ്കിൽ പ്യൂണായിട്ട് വർക്ക് ചെയ്യുന്ന അന്തസ്സും ഇപ്പോൾ ഇവിടുത്തെ ഇന്ത്യൻ പ്രസിഡന്റ് അന്തസ് ഒന്നാവുമോ? അന്തസ്സൊക്കെ കർമ്മത്തിൽ അവൻ ചെയ്യുന്ന ജോലിയിലും ഒക്കെ ആൾക്കാർ കൽപ്പിക്കുന്നത്. ഇത് ദൈവത്തിൻ്റെ അടുത്ത് അന്തസ്സാണ് ഇവിടെ നോക്കേണ്ടത്. അത് സെയിം അന്തസ് പറയുന്നുണ്ടല്ലോ, നിന്റെ കർമ്മം കൊണ്ടാണ് സത്യാവസ്ഥ. ഇപ്പോൾ ഒരാൾ പ്രസിഡൻ്റായിട്ട് ഇരുന്നുകൊണ്ട് അയാൾ കൈക്കൂലി വാങ്ങിക്കുകയും തെറ്റായിട്ട് ചെയ്താൽ അയാളുടെ അന്തസ് ദൈവത്തിൻ്റെ മുമ്പിൽ കുറവാണ്. അതേസമയം ബാങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചെറിയൊരു ജോലി ചെയ്തിട്ട് അയാൾ നല്ലതായിട്ട് നടന്നു കഴിഞ്ഞാൽ ദൈവത്തിന് മുകളിൽ അന്തസ് കൂടുതലാണ്. അത് അന്തസ്സിൻ്റെ കാര്യം ഖുറാൻ പറയുന്നുണ്ടല്ലോ, തുല്യ അന്തസ്സാണെന്ന് എവിടെ ഇല്ലെന്ന്. തുല്യ അന്തസ്സാരല്ല, അവൻ്റെ കർമ്മം അനുസരിച്ച് അന്തസ് മാറും. അല്ലാതെ അവൻ്റെ ജന്മം കൊണ്ടോ അല്ലെങ്കിൽ അവൻ്റെ വർഗ്ഗം കൊണ്ടോ വർണ്ണം കൊണ്ടോ അന്തസ് കൽപ്പിക്കപ്പെടുകയില്ല എന്ന് തന്നെയാണ് ഈ ആയത്ത് പറയുന്നത്. പക്ഷേ ലിയാഖത്തിൽ പറയുന്നത് അങ്ങനെയൊന്നും ഇല്ല. ഖുറാനിൽ അന്തസ് എല്ലാ മനുഷ്യരും അന്തസ് ഒന്നാന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് അത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അടുത്തത് ലിയാഖത്തിൽ അതും തെറ്റാണ്. അപ്പോൾ പറയുന്ന ഓരോ വാക്കും തെറ്റാണ്. നിങ്ങൾ കാണിച്ച ഒരു ക്ലിപ്പിനകത്ത് എത്ര കള്ളങ്ങൾ അല്ലെങ്കിൽ എത്ര നിഷേധം സത്യത്തിന് നേരെ കുഞ്ഞണം കുത്തി കാണിക്കുന്ന രീതിയിൽ ലിയാഖത്തിൽ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം. അപ്പോൾ തുല്യ അന്തസ്സുള്ള പിന്നെ ജാതി മത വർണ്ണ ദേശ വർഗ്ഗ വർണ്ണ കുടുംബ വ്യത്യാസം ഗോത്ര വ്യത്യാസം ഇല്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അതല്ല ഇത്രയും നേരം പറഞ്ഞത്, അതിനുവേണ്ടി ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തത്. അതെല്ലാം ഇല്ലാന്ന് ഒറ്റ ആയത്തിൽ ഇത് 26 ആയത്ത് ഇറക്കാൻ പറ്റുമോ? ഇതിന് ഗോത്ര വ്യത്യാസം എല്ലാ ജാതി വ്യത്യാസം എല്ലാ വർഗ്ഗ വ്യത്യാസം അതെല്ലാം ഇതിനകത്തുണ്ടല്ലോ. നിങ്ങൾ ഒരു തരത്തിൽ വ്യത്യാസം നിൽക്കില്ലെന്ന് വെച്ചാൽ ഒരു കുടുംബത്തിൽ ഒരു മാതാപിതാക്കൾ ജനിച്ചതാണ്, നിങ്ങൾക്ക് ഒരു വ്യത്യാസത്തിൽ അന്തസ്സില്ല, ഒറ്റ കാര്യത്തിൽ അന്തസ്സുള്ളൂ നിങ്ങളുടെ കർമ്മത്തിൽ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തെല്ലാം അടങ്ങിയില്ല. പിന്നെ റിപ്പീറ്റ് ചെയ്യണം, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത്. തുല്യ അവകാശമുള്ളവരെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അവകാശം എങ്ങനെയാണ് വരുന്നത്? അവകാശം നോക്കുക, ഓരോരുത്തർ ഗവൺമെൻറ്റിൽ ഒരു രാഷ്ട്രത്തിൽ ജോലി ചെയ്യുമ്പോഴാണ് അവകാശവും കാര്യങ്ങളും. ഒരാൾക്ക് പിന്തുണങ്ങിയ ആളാണെങ്കിൽ അയാൾക്ക് കൂടുതൽ അവകാശങ്ങൾ കൊടുക്കും. നല്ല കൂടിയ പൈസ ഉള്ള ആളാണെങ്കിൽ അയാൾക്ക് അവകാശം ഇൻകം ടാക്സ് അയാൾ കൂടുതൽ കൊടുക്കണം, പാവപ്പെട്ട ആൾക്ക് ഇൻകം ടാക്സ് കൊടുക്കണ്ട. ഈ വ്യത്യാസമൊക്കെ എന്തായാലും ഒരു ഭരണ സംവിധാനത്തിൽ ഉള്ളതല്ലേ. അത് ആ വ്യത്യാസം നമുക്ക് അവകാശമില്ലെന്ന് പറയാൻ പറ്റുമോ? എല്ലാവർക്കും ഒരേ അവകാശം വരത്തില്ല. പിന്തുണങ്ങിയ ആൾക്കാർക്ക് കൂടുതൽ വേറെ മാതിരി അവകാശവും റേഷൻ കാർഡ് തന്നെ 2 റേഷൻ കാർഡില്ല. അപ്പോൾ ഇതെല്ലാം തുല്യതയില്ലെന്ന് ആരെങ്കിലും പറയാൻ പറ്റുമോ? അതൊക്കെ ഒരു വേറെ അത് ചുമ്മാ വെറുതെ എന്തെങ്കിലും പറയുകയാണ്. അങ്ങനെയല്ല തുല്യ അവകാശം എന്ന് പറഞ്ഞാൽ അങ്ങനെ അവകാശം വരത്തില്ല ഒരിക്കലും. അത് സിറ്റുവേഷൻ അനുസരിച്ചാണ് അതെല്ലാം കൊടുക്കേണ്ടത്. എന്നിട്ട് ലിയാഖത്തിലെ ഫേമസ് ആണിനെയും പെണ്ണിനെയും വ്യത്യാസമായിട്ടാണ് സൃഷ്ടിച്ചെന്ന് ഖുറാൻ പറയുന്നു. അല്ലെന്ന് ലിയാഖത്തിൽ പറ, ആണും പെണ്ണും ഒന്നാന്ന് പറ. എല്ലാ വിധത്തിലും ഒന്നാണോ? അവരുടെ അവരുടെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, അവർക്കുള്ള കാര്യങ്ങൾ സയൻസ് അനുസരിച്ച് തന്നെ വ്യത്യാസമല്ലേ. ഒരു പുരുഷൻ്റെ ബ്രെയിൻ കണക്കല്ല ഒരു സ്ത്രീയുടെ ബ്രെയിൻ, അതിന് വെയിറ്റ് കുറവാണ്. അതുപോലെ അവരുടെ ഹോർമോൺസ് വേറെയാണ്, ഇതിൻ്റെ ഹോർമോൺസ് വേറെയാണ്. സ്ത്രീ പ്രസവിക്കും, പുരുഷൻ പ്രസവിക്കത്തില്ല. ഇത് സയൻറ്റിഫിക്കായിട്ട് പറഞ്ഞാൽ തന്നെ ഇതെല്ലാം വ്യത്യാസമല്ല. അത് ലിംഗസമത്വം ഇല്ലെന്ന്. ലിംഗ വ്യത്യാസം ഉണ്ടെന്നല്ലേ നിങ്ങളെ സമ്മതിച്ചിരിക്കുന്നത്. രണ്ടല്ലേ, ആണും പെണ്ണും ഒന്നാന്ന് എങ്ങനെ പറയാൻ പറ്റും? അല്ലെങ്കിൽ മൊത്തം ആണുങ്ങളായിട്ട് സൃഷ്ടിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ഇവിടെ എങ്ങനെ ഇത് ജനസംഖ്യ കൂടും അല്ലെങ്കിൽ മനുഷ്യർ പെറ്റുപെരുകുന്ന എങ്ങനെ ഈ ലോകം എങ്ങനെ നിലനിൽക്കും? ഒറ്റ ഒരു ജോഡി ഉണ്ടാക്കിയിട്ട് അപ്പോഴേ എല്ലാം ക്ലോസ് ആവും, തീർന്നു. 2 ആണിന് സൃഷ്ടിച്ച് കഴിഞ്ഞാൽ 2 ആണ് മരിക്കുമ്പോഴത്തേക്ക് ലോകം ക്ലോസ് ആയി. അങ്ങനെ വേണമെന്നാണ് ലേഖത്തിൽ പറയുന്നത്. വെറുതെ എന്തെങ്കിലും അർത്ഥശൂന്യമായ കാര്യങ്ങൾ പറയാം. ആണും പെണ്ണ് വ്യത്യാസമായിട്ട് സൃഷ്ടിച്ചുകൊണ്ടാണ് ലോകം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് മേന്മ നൽകി, ആണിന് ആരോഗ്യം കൂടെ നൽകി. ശരിയാണ്, അതിനെന്താ തെറ്റിപ്പം? ഒരു വീക്കായിട്ട് സൃഷ്ടിക്കണം സ്ത്രീയെ പോലെ. അതുകൊണ്ട് അവർക്ക് അവരുടെ പുറത്ത് ഒരു നിയന്ത്രണ അധികാരം ഉണ്ടെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു എന്താണ് അത് മീൻ ചെയ്യുന്നത്. ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കണം, ആരാണ് നിയന്ത്രിക്കേണ്ടത്. അപ്പോൾ അവർക്ക് റെസ്പോൺസിബിലിറ്റിയും അതോറിറ്റിയും കൊടുത്തു, ആരോഗ്യം കൊടുത്തിട്ട് ആ കുടുംബത്തെ രക്ഷിക്കണം, സംരക്ഷിക്കണം എന്നുള്ള ആ ചുമതലയും പുരുഷനെ ഏർപ്പെടുത്തി. അതാണ് പറയാൻ നേരത്തെ നമ്മൾ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ലിംഗ സമത്വമില്ല, ഖുറാനിൽ എവിടെയും കാണത്തില്ല എന്ന് പറഞ്ഞിട്ട് ലിയാഖത്തിൽ നിർത്തുകയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. ഓരോരോ ലൈനിലും ഈ ശരിക്കും സത്യം കണ്ടിട്ടും അതിനെ എങ്ങനെയെങ്കിലും തെറ്റായിട്ട് കാണിക്കണം. വർണ്ണവരി ഇല്ല എന്ന് പറഞ്ഞാൽ ഉണ്ടെന്ന് കാണിക്കണം. എല്ലാത്തിനും നെഗറ്റീവ്. ഖുറാനിൽ പറയുന്ന എല്ലാത്തിനും സത്യത്തിനും നേരെ മുഖം തിരിക്കുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് ലിയാഖത്തിൽ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേറെ ക്ലിപ്പുകൾ ഇനിയും കാണാം. ഇത് പാർട്ട് 1 ആയിട്ട് ചെയ്യാൻ അത്രയും സമയമായതുകൊണ്ട് ബാക്കി പാർട്ടുകളിനകത്ത് ഇതേ ആറ്റിറ്റ്യൂഡ് കാണാൻ പറ്റും. നേരെ സത്യം കാണുമ്പോൾ അതിനെ വളച്ചൊടിച്ച് ഇല്ലാതാക്കാൻ നോക്കും. അതുകൊണ്ട് കറുപ്പും വെളുപ്പും തിരിച്ചറിയാത്ത ലിയാഖത്തിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആന്തരിക അർത്ഥം സത്യവും അസത്യവും തമ്മിൽ ലിയാഖത്തിലേക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ലിയാഖത്തിലേക്ക് വലിയ തെറ്റും എക്സ് മുസ്ലിം ആയതിൻ്റെ കാരണം. അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോയിൽ കാണാം.